നമസ്കാരം. കണ്ടകശനിയുടെ വരവാണെങ്കിലും വരവാണല്ലോ ചെലവല്ലല്ലോ എന്ന് കരുതി സമാധാനിക്കുന്ന ഒരു പാർട്ടിയുണ്ട് നമുക്ക്. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. മിന്നാരം സിനിമയിൽ തിലകൻ വാളുമായി വരുമ്പോൾ കുതിരവട്ടം പപ്പു വാതിൽ തുറക്കാതെ തള്ളിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞാൻ ചത്താലും തുറക്കൂലടാ പാട്ടി. KPCC ആസ്ഥാനത്തിനകത്ത് കയറി കതക് തള്ളിപ്പിടിച്ചുകൊണ്ടിപ്പോൾ ഇതാ പ്രസിഡന്റ് K സുധാകരൻ പറയുന്നു, ഞാൻ ചത്താലും ചുമതല ഒഴിയില്ലടോ, എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ലടാ. എങ്ങനെയെങ്കിലും ഈ പിണറായി ബാധയിൽ നിന്നും മോചനം നേടാൻ ജനം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ ജനങ്ങൾ മുഴുവൻ തലയിൽ കൈവച്ച് പ്രാകുകയാണ് തമ്മിൽ തല്ലി ഗുണം പിടിക്കാത്ത ഈ പാർട്ടിയെ. അച്ഛൻ്റെ മടിയിൽ ഇരിക്കുകയും വേണം, അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയും വേണം എന്ന മട്ടിൽ കഴിയുന്ന കുറേ നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ശാപം. കേരളത്തിൻ്റെ ചുമതലയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധി K സുധാകരന് കഴകത്തില്ലെന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് കൊടുത്തു പോലും. ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു ക്രിസ്ത്യാനി തന്നെ KPCC പ്രസിഡന്റ് ആകണം അത്രേ. ഇതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. ഈഴവൻ പ്രസിഡന്റായാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ല പോലും. എങ്കിൽ ഏതെങ്കിലും ഒരു മെത്രാനെ പിടിച്ച് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ഇരുത്തുന്നതല്ലേ ഏറ്റവും നല്ലത്. ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയായ ഒരു പ്രസിഡന്റ് വേണമെന്ന് ഒരു ക്രിസ്ത്യൻ സഭയും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതായി അറിയില്ല. എല്ലാം ഊഹങ്ങളാണ്. ഇതെന്തൊരു പാർട്ടിയാണ് ഹേ. വെള്ളാപ്പള്ളി നാളെ കട്ടായം പറയുകയാണ്, ഞങ്ങൾക്കൊരു ഈഴവനെ പ്രസിഡന്റായി കിട്ടിയാലേ കോൺഗ്രസിന് വോട്ട് ചെയ്യൂവെന്ന്. എന്ത് ചെയ്യും? അത് കേട്ട് പെരുന്നേലിരിക്കുന്ന സുകുമാരൻ നായർ പറയുകയാണ്, KPCC പ്രസിഡന്റായ ഒരു നായർ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോഴെന്ത് ചെയ്യും? ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഉജ്ജ്വലമായി വിജയം നേടിയത് സുധാകരൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിലായിരുന്നു. ഉടൻ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ഇതിനിടയിൽ ദാഹാർത്തരായ ഏത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ പ്രസിഡന്റിനായി മുറവിളി കൂട്ടിയിട്ടുള്ളത്? അല്ലെങ്കിലും ഈ പാർട്ടി ഇങ്ങനെയാണ്, ഗുരുത്വം പണ്ടേയില്ല. സീതാറാം കേസരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉജ്ജ്വലമായി നാടാകെ തിരിച്ചു വന്ന കാലത്തായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ 4ാം മെമ്പർ പോലും അല്ലാതിരുന്ന സോണിയാഗാന്ധിയെ പിടിച്ച് പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരുത്തിയത്. കേസരിയാണെങ്കിൽ തലയിലിരുന്ന തൊപ്പി ഊരി കസേര തുടച്ച് സോണിയാ മാഡത്തിനെ ഇരുത്തി. അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ കഷ്ടകാലം. കേരളത്തിൻ്റെ ചരിത്രം നോക്കൂ. തെന്നല ബാലകൃഷ്ണപിള്ള എന്ന പാവം പിടിച്ച മനുഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കോൺഗ്രസ് 100 സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചു വന്നത്. എന്നിട്ടും 2001 പാവം തെന്നല ബാലകൃഷ്ണപിള്ളയെ പിടിച്ചിറക്കി വിട്ടിട്ടാണ് ആ കസേരയിൽ മുരളീധരനെ പ്രസിഡന്റായി പിടിച്ചിരുത്തിയത്. ഒടുവിൽ ലീഡർ തന്നെ പാലം വലിച്ചതും കോൺഗ്രസ് ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാണ് ഈ പാർട്ടി. പിണറായിയെ പിടിച്ചിറക്കാൻ ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് ജനം പറഞ്ഞാലും കോൺഗ്രസ്സുകാരുടെ ചെവിയിൽ അതൊന്നും കയറില്ല. അവർ കൂടെയുള്ളവരെ പിടിച്ച് താഴ്ത്താനുള്ള ശ്രമത്തിലാണ്. ഞണ്ടിനെ ഇടുന്ന പാത്രത്തിന് അടപ്പ് വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം. K സുധാകരനാണെങ്കിൽ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു, പിണറായി വിജയനെ നശിപ്പിച്ചിട്ടേ ഞാൻ സ്ഥാനമൊഴിയൂ എന്ന്. ജരാസന്ധൻ്റെ ജന്മമാണ് പിണറായി. വലിച്ചു കീറിയെറിഞ്ഞാലും മുറി കൂടുന്ന ഇനം. സുധാകരന് പകരം വരാൻ പോകുന്ന ക്രിസ്ത്യൻ നോമിനികളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി പൊട്ടും. അതുകൊണ്ടാണ് K മുരളീധരൻ പറഞ്ഞത്, ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർ തിരിച്ചറിയുന്ന ആളാകണം പുതിയ പ്രസിഡന്റ് എന്ന്. പിണറായിയെ താഴെ ഇറക്കുന്നതിനേക്കാൾ എളുപ്പം KPCC പ്രസിഡന്റിനെ വലിച്ചു താഴെ ഇടുന്നതാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകാൻ യോഗ്യനായ ഒരേ ഒരാൾ K മുരളീധരനാണ്. പണ്ട് മറഞ്ഞതും മദാമേ എന്ന് വിളിച്ചതും ഒക്കെ മറക്കാം. അദ്ദേഹമാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ചാവേറായി MP സ്ഥാനം വരെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം ചോര വരെ തള്ളിപ്പറഞ്ഞ പാർട്ടി വിട്ടിട്ടും മുരളീധരൻ വീഴാതെ പിടിച്ചു നിൽക്കുന്നു. പിണറായിയുടെ മുഖത്ത് നോക്കി 2 കവിൾ വർത്തമാനം പറയാൻ മുരളീധരന് അറിയുകയും ചെയ്യാം. കരുണാകരനെ പോലെ തന്നെ ഏതു മതക്കാരെയും പക്വമായി ഒപ്പം നിർത്താനുള്ള കഴിവും മുരളീധരനുണ്ട്. പക്ഷേ എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ കല്ല് കൊടുക്കില്ല കോൺഗ്രസ്. മരം വീഴ്ത്തി മാങ്ങ പറിക്കാനേ അവർക്കറിയൂ. നന്ദി.